ഞാൻ ഇവിടെ ജില്ലകളെ മൊത്തം 14 ജില്ലകളെ 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ കാറ്റഗറിക്കും ഏത് റേഞ്ചിനിടയിലാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു 8 തൊട്ട് 10 മാർക്ക് എപ്പോഴും LPSCക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPSC പരീക്ഷ കഴിഞ്ഞു. പല ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷിച്ച പോലെ അല്ല പരീക്ഷ നടന്നത്. UPSC പരീക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയർന്ന നിലവാരം പുലർത്തിയ പരീക്ഷയായിരുന്നു LPSCയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ചിന്തിക്കുന്നത് എത്രയായിരിക്കും കട്ട് ഓഫ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇന്റർവ്യൂ കോൾ വരാനുള്ള സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പരീക്ഷ ഒരുമിച്ചായിരുന്നെങ്കിലും കട്ട് ഓഫ് വരുന്ന സമയത്ത് ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെയാണ് കട്ട് ഓഫ് വരുന്നത്. പല ജില്ലകൾക്കും അല്ലെങ്കിൽ ഓരോ ജില്ലകൾക്കും വ്യത്യസ്ത കട്ട് ഓഫ് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ എക്സാമിന് അനലൈസ് ചെയ്യുന്നു. ഒരു ആവറേജ് സ്റ്റുഡന്റിന് എത്രത്തോളം മാർക്ക് ഈ ഒരു എക്സാമിന് നേടാൻ സാധിക്കും അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം കട്ട് ഓഫ് ജില്ലാടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ ഏറെക്കുറെ എത്രത്തോളം കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്, ആർക്കൊക്കെ ഇന്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇത് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിൽ അവർ തന്ന റിവ്യൂവിന്റെ ബേസിസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡേറ്റയാണ്. ഇത് ശരിയാവാം, അല്ലെങ്കിൽ ഇതിൽ കൂടുതലാവാം കട്ട് ഓഫ്, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറയാം. എന്തായാലും ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന റിവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന നിലവാരം പുലർത്തിയ പരീക്ഷയായിരുന്നു LPSCയുടേത്. നമ്മൾ വിചാരിച്ച മാതൃകയിലൊന്നും ആയിരുന്നില്ല ചോദ്യങ്ങൾ വന്നിരുന്നത്. എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. UPSCയെക്കാളും പൊതുവെ LPSC പരീക്ഷ കുറച്ച് കട്ടിയാവാറുണ്ട്. കട്ട് ഓഫും അതിനേക്കാളും കുറയാറുമുണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നിലവാരം കൂടി എന്നുള്ള അഭിപ്രായം ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കുമുണ്ട്, എസ്പെഷ്യലി സൈക്കോളജി അടക്കമുള്ള വിഷയങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓരോ വിഷയങ്ങളും സബ്ജക്ട് അടിസ്ഥാനത്തിൽ ഏറെക്കുറെ അത്യാവശ്യം പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ മാർക്കല്ല നോക്കുന്നത്. ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചുപോയ ഉദ്യോഗാർത്ഥിക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കട്ട് ഓഫ് നോക്കാം. ഇതിൽ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് മാക്സിമം 20 മാർക്ക്. ഈ 20 മാർക്കിൽ അത്യാവശ്യം പഠിച്ചുപോയ ഒരു കുട്ടിക്ക്, അതായത് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു സൈക്കോളജി. നിങ്ങൾ കാര്യം കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ 1-2 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ചോദ്യത്തിന്റെ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ ഈ 20 മാർക്കിൽ ഏറെക്കുറെ ഒരു നല്ല പഠിച്ച കുട്ടിക്ക് ഒരു 13 തൊട്ട് 15 വരെയൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 തൊട്ട് ഒരു 12 മാർക്ക് വരെയൊക്കെയാണ് ഈ പറയുന്ന സൈക്കോളജിക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഒരു 12 മാർക്ക് നമുക്ക് ഇവിടെ കണക്കാക്കാം. GK 20 ക്വസ്റ്റ്യൻസ് ആണ് GK ഉണ്ടായിരുന്നത്, എല്ലാം കൂടെ ചേർന്നിട്ട്. അതിൽ തന്നെ ഒരുപാട് പരിഭവങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ജോഗ്രഫിക്ക് വെറുതെ പഠിച്ചു, ഹിസ്റ്ററിയിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പരിഭവങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. എന്തായാലും ഈ 20 ക്വസ്റ്റ്യൻസിലും ഈ ഒരു സൈക്കോളജിയെ പുറത്ത് തന്നെയാണ്. ഇതിൽ 13 മാർക്ക് നേടിയ കുട്ടികളുണ്ട്, 10 മാർക്ക് നേടിയ കുട്ടികളുണ്ട്. എന്നിരുന്നാലും ഒരു ആവറേജ് ഒരു 10 തൊട്ട് അല്ലെങ്കിൽ 12 തൊട്ട് ഒരു 13 മാർക്ക് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ GK എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നേടാൻ സാധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. 13 മാർക്ക് അത്യാവശ്യം പഠിച്ചു പോയ ഒരു കുട്ടിക്ക് 13 മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. സയൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒന്നാണ്. സയൻസ് 3 കൂടെ ചേർന്നിട്ട് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒന്നാണ്. ഈ സയൻസിൽ കുഴപ്പമില്ല, സയൻസിൽ നല്ല രീതിയിലുള്ള പരാതികൾ സയൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പല ഉദ്യോഗാർത്ഥികളും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത് സയൻസിൽ നിന്ന് തന്നെയാണ്. 26 ക്വസ്റ്റ്യൻസ് ആണ് സയൻസിൽ നിന്നുണ്ടായിരുന്നത്. മൊത്തം വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ പകുതി പോലും പല ഉദ്യോഗാർത്ഥികൾക്കും നേടാൻ സാധിച്ചിട്ടില്ല. ഏറെക്കുറെ ഒരു 10 തൊട്ട് ഒരു 12 മാർക്ക് വരെയൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സയൻസിൽ നേടാൻ സാധിച്ചത്. 10 തൊട്ട് 12 മാർക്കൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സയൻസിൽ നേടാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു 13-ന് അപ്പുറത്തേക്കൊന്നും പല ഉദ്യോഗാർത്ഥികൾക്ക് സയൻസിൽ മാർക്ക് കിട്ടിയിട്ടില്ല. 15-ന് അപ്പുറത്തേക്ക് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അത്രയും എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സയൻസിലൊക്കെ അത്രയും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. ജനറലി നോക്കുമ്പോൾ ഒരു 10-ന്റെയും 12-ന്റെയും ഇടയിൽ തന്നെയാണ് അതിന് സ്കോർ എന്ന് പറയുന്നത്. ഇനി മാത്സ് ആൻഡ് റീസണിങ് 14 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 14 ക്വസ്റ്റ്യൻസിൽ ഏറെക്കുറെ 7 തൊട്ട് 8 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു 7 മാർക്കാണ് മാത്സിൽ നിന്നും റീസണിംഗിൽ നിന്നും ആയിക്കൊണ്ട് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇംഗ്ലീഷ് മലയാളവും ഞാൻ പറയേണ്ട ആവശ്യമില്ല, 10 മാർക്കാണ്. എല്ലാവർക്കും അത്യാവശ്യം നല്ല ടഫായുള്ള മേഖലയായിരുന്നു. ഒരുപാട് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മലയാളത്തിലൊക്കെ കണ്ടിരുന്നു. എന്തായാലും രണ്ടിലും ഏറെക്കുറെ ഒരു 6 മാർക്കൊക്കെയാണ് ആവറേജ് കുട്ടികൾക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. 4 മാർക്കോളം രണ്ടിൽ നിന്നും സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഒരു ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ച കുട്ടി, എബോ ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേടാൻ പറ്റുന്ന സ്കോർ എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് സൈക്കോളജിയിൽ ഒരു 12 മാർക്ക്, ജി കെയിൽ നിന്ന് 13 മാർക്ക് നേടാം, സയൻസിൽ നിന്ന് 10 മാർക്ക് വരെ, മാത്സ് ആൻഡ് റീസണിംഗ് ഒരു 7 തൊട്ട് 8 വരെ, ഇംഗ്ലീഷ് ആണെങ്കിൽ 6 മാർക്ക്, മലയാളം 6 മാർക്ക്, ഒരു 55 മാർക്കൊക്കെ നേടിയ ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു സാധാരണ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള മാർക്കല്ല, ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചുപോയ ഒരു കുട്ടിക്ക് 55 മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 50ന്റെയും 55ന്റെയും ഇടയിൽ മാർക്ക് പല കുട്ടികൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 30ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്ത ആളുകളെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കുട്ടികൾക്ക് നെഗറ്റീവ് അടിച്ചും പോയിട്ടുണ്ട്. പക്ഷെ വളരെ വിജിലന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ടഫാന്ന് മനസ്സിലായപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വിജിലന്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് മാക്സിമം നെഗറ്റീവ് കുറച്ച് മാക്സിമം ക്വസ്റ്റ്യൻസിനെ സ്കിപ്പ് ചെയ്തും അറിയുന്നത് മാത്രം എഴുതിയൊക്കെ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 52 തൊട്ട് 55 മാർക്കൊക്കെ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുട്ടിക്ക് നേടാൻ സാധിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത്. ഈ ഒരു സ്കോർ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എത്രത്തോളം കട്ട് ഓഫ് ജില്ലാടിസ്ഥാനത്തിൽ വരുമെന്നാണ് നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയായാലും 55ന് താഴെ വരുള്ളൂ. 55 മാർക്ക് ഞാൻ കട്ട് ഓഫ് ആക്കി പറഞ്ഞതല്ല, ഞാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേടാൻ പറ്റിയ സ്കോറാണ് പറഞ്ഞത്. 55 മാർക്കിൽ താഴെ കട്ട് ഓഫ് വരുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏറെക്കുറെ എത്രത്തോളം കട്ട് ഓഫ് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ വരുമെന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ജില്ലകളെ മൊത്തം 14 ജില്ലകളെ 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. 3 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇത് വാക്കൻസീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ജില്ലകളാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയുണ്ട്, സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടുതലാണ്. കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഇത് സ്കൂളുകളുടെ എണ്ണവും അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണവും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു 5 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഓക്കെ, ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ കുട്ടികൾ സർക്കാർ മേഖലയിൽ പഠിക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്ലിക്കൻസിന്റെ എണ്ണം ഇവിടെ കൂടുതലാണ്. അതോടൊപ്പം തന്നെയാണെങ്കിൽ വാക്കൻസീസും ഈ കാറ്റഗറി 1 എന്ന് പറയുന്ന ഈ ജില്ലകളിൽ തന്നെയാണ് കൂടുതലുള്ളത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ എന്ന് പറയുന്നത്. കാറ്റഗറി 1നേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സീറ്റുകളുടെ എണ്ണം കുറവാണ്. കാരണം സ്കൂളുകളുടെ എണ്ണവും കുറവാണ്, പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറവാണ്. ഓക്കെ, അപ്പോ ഇവിടെ കമ്പാരിറ്റീവ്ലി ബാച്ചുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അത്ര തന്നെ വാക്കൻസി ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്രൈവറ്റ് സ്കൂളുകൾ കുറച്ച് കൂടുതലാണ്. ഓക്കെ, കോട്ടയം ആയാലും എറണാകുളം ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൈവറ്റ് സ്കൂളുകൾ വളരെയധികം കൂടുതലുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ കാറ്റഗറി 3 ആണ് മലയോര ജില്ലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കാസർഗോഡ്. ഓക്കെ, ഈ ജില്ലകളിൽ പൊതുവെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള പരീക്ഷകൾക്കായാലും വാക്കൻസീസും സർക്കാർ സേവനങ്ങളും സർവീസുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ വാക്കൻസീസും പൊതുവെ ഇവിടെ കുറവാണ്. ഇങ്ങനെ 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ കാറ്റഗറിക്കും ഏത് റേഞ്ചിനിടയിലാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതില് കാറ്റഗറി 1 ഈ ഒരു 5 ജില്ല തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഈ ജില്ലയിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 47ന്റെയും 55ന്റെയും ഇടയിൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, 47ന്റെയും 55ന്റെയും ഇടയിൽ കട്ട് ഓഫ് പ്രതീക്ഷ 55ൽ കൂടുമെന്ന് ഒരിക്കലും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു അനുമാനമാണ്, പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ആണ്. ഒരു പക്ഷെ ഇതിനേക്കാളും കുറയാം, ഇതിനേക്കാളും കൂടുകയും ചെയ്യാം. നമ്മൾ കുട്ടികളിൽ നിന്ന് എടുത്ത റിവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. 47 55 ഇടയിൽ കട്ട് ഓഫ് വരുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കാരണം കൂടുതൽ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയും ഈ ജില്ലകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്കൻസി കൂടുതലാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, നമ്പർ ഓഫ് അപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണ്, സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, എല്ലാം കൂടുതലായതുകൊണ്ട് തന്നെ ഇത്രയും കട്ട് ഓഫ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഡിസ്ട്രിക്ട്സ് അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ മേഖലയിൽ ഒരു 45ന്റെയും 50ന്റെയും ഇടയിൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. 45ന്റെയും 50ന്റെയും ഇടയിൽ. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കാസർഗോഡ് ഈ ജില്ലകളിൽ ഒരു 42ന്റെയും 48ന്റെയും ഇടയിൽ കട്ട് ഓഫ് വന്ന് നിൽക്കാനാണ് സാധ്യത. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 42ന്റെയും 55ന്റെയും ഇടയിലൊക്കെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. 42ന്റെ മുകളിൽ ഓക്കെ, 42ന്റെ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ 42ന്റെയും 55ന്റെയും ഇടയിലാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാ ജില്ലക്കാർക്കും ഇപ്പോ മലപ്പുറം ജില്ലയിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കുട്ടിക്ക് അയാൾക്ക് 42 കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ നിങ്ങൾക്ക് 45 അല്ലെങ്കിൽ 47 കൂടുതൽ സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം 50ന് മുകളിൽ നിങ്ങൾ സ്കോർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇന്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി 2 വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ജില്ലകളിൽ ഇരുന്ന കുട്ടികളാണെങ്കിൽ അവിടെയും 45ന്റെയും 50ന്റെയും ഇടയിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി 3 ജില്ലകളിൽ പെട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ 42ന്റെയും ഇടയിൽ ഒരു 45 നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. യു പി എസ് ടി പരീക്ഷയെക്കാളും
എപ്പോഴും ഒരു 8 തൊട്ട് 10 മാർക്ക്, ഒരു 8 തൊട്ട് 10 മാർക്ക് എപ്പോഴും LPSCക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പോൾ 52, 53 മാർക്കൊക്കെയാണ് UPSC ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും 8 തൊട്ട് 10 മാർക്ക് കുറവായിരിക്കും LPSCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് മുൻ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയും കൂടി അനുമാനത്തിലാണ് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷ കൈവിടാതെ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്റർവ്യൂ കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് പരീക്ഷ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടില്ല, അല്ലെങ്കിൽ 40നേക്കാളും താഴെയാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ 40നേക്കാളും താഴെയാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടാതെ അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.